ഇത് കേരളത്തിലുള്ളവർ കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ബില്ല്. പാകിസ്ഥാനിൽ ഡിസംബറിൽ ഒരു റവല്യൂഷണറി റെസൊല്യൂഷൻ ബില്ല് അവരുടെ പാർലമെൻറ്റ് പാസ്സാക്കി അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതായത് അവിടെയുള്ള മദ്രസകൾക്ക് റെഗുലേഷൻ കൊണ്ടുവന്നു. അതായത് ഹീറ്റഡ് ഡിബേറ്റ് ആയിരുന്നു. 2017 ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചു, അന്ന് പരാജയപ്പെട്ടു. അന്ന് ഈ ബില്ല് പാസ്സാക്കിയിട്ട് നേരെ പ്രസിഡന്റ്, അതായത് സർദാരി എടുത്തു. ആ ബില്ല് അയാൾ തിരിച്ചയച്ചു. ലീഗൽ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇസ്ലാമിക രാജ്യവും ശരിയ ലോ ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം അതിനകത്ത് നമ്മുടെ ഈ കേരളത്തിലെ പോലെ സമസ്ഥാനം, അതുപോലെ ജമാഅത്തി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ജമാഅത്തി ഉൽമ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനുണ്ട്. അവർക്കാണ് അവിടെ ഈ പറയുന്ന മദ്രസകളുടെയൊക്കെ ചാർജ്, ഈ പള്ളികൾ, അതായത് അവരുടെ മഹൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ചാർജ്. അവർ ഇനിഷ്യലി ഈ ബില്ലിനെ ഭയങ്കരമായിട്ട് എതിർത്തു, അവിടെയുള്ള മറ്റുള്ള മുസ്ലിം സംഘടനകൾ. അവസാനം ആ ബില്ല്, ഫസ്റ്റ് ബില്ലിനകത്ത് പറഞ്ഞിരുന്നത് ഈ മദ്രസകളിൽ സയൻസും ടെക്നോളജിയും ആർട്സും ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങളും ഈ മദ്രസകളിൽ പഠിപ്പിക്കണം. 2017 കൊണ്ടുവന്ന ബില്ലാണ്. അത് വീണ്ടും വലിയ ചർച്ചയായി, പ്രശ്നമായി. അപ്പം അതിനുശേഷം അത് വീണ്ടും അത് മാറ്റി മറ്റുള്ള ക്ലോസുകളും കൂടെ വെച്ചത് ബില്ല് പാസ്സാക്കി അത് നടപ്പിലാക്കാൻ പോകും. ഗ്ലോബലായിട്ട് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക രാജ്യം, അത് ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരെ ബില്ല് കൊണ്ടുവന്നത്, അതുകൂടെ മനസ്സിലാക്കിയിരിക്കണം. അതായത് ലോകത്തു നിന്ന് എവിടെങ്കിലും ഒരു ബോംബ് പൊട്ടുവാണെങ്കിലും ഇതേപോലെ ട്രക്കിടിച്ച ആൾ, അതിൻ്റെയൊക്കെ പുറകിലൊരു മാസ്റ്റർ മൈൻഡ്, ഇതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തത്? ഉറപ്പായിട്ട് ഗ്ലോബൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി പാകിസ്ഥാന് പണി കിട്ടാൻ തുടങ്ങി. അതായത് പാകിസ്ഥാനിലെ സ്കൂളുകൾ, അതേപോലെ തന്നെ അവിടെ മിലിറ്ററി സ്ഥാപനങ്ങൾ, അവിടുത്തെ ആശുപത്രികൾ, അവിടുത്തെ പാർക്കുകൾ, അവിടെ ജനങ്ങൾ കൂടുന്ന മാർക്കറ്റിൽ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചു പോയവർ തീവ്രവാദികളായിട്ട് പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോഴവന് പിടികിട്ടി കാര്യങ്ങൾ അവൻ്റെ കസ്റ്റഡിയിലല്ല. പിന്നീട് അതിനേക്കാളും തമാശയെന്ന് പറയുന്നത്, ഈ മദ്രസയിൽ പഠിച്ചു പോയവർ തിരിച്ചു വന്ന് ഈ മദ്രസയിൽ ബോംബ് വെക്കാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളെടുത്ത് വായിച്ചോണം. ഇതൊക്കെ ഗൂഗിളിൽ കിടപ്പുണ്ട്. ഈ സംഭവം നിങ്ങൾ സെർച്ച് ചെയ്താൽ മുഴുവനും കിട്ടും ഈ സാധനം. പിന്നീട് എന്താ ഉണ്ടായത്? ഏറ്റവും സംഭവം, അതായത് പാകിസ്ഥാൻ ഡിസിൻറ്റഗ്രേഷനിലോട്ട് പോകാൻ തുടങ്ങി. പാകിസ്ഥാൻ താലിബാൻ അതിൻ്റെ നേതാക്കൾ മുഴുവനും ഈ മദ്രസകളിൽ, ഈ പാകിസ്ഥാൻ മദ്രസയിൽ നിന്ന് പഠിച്ചവരാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനും ആ രാജ്യം ചിഹ്ന ഭിന്നമാക്കാൻ, ഇവിടുത്തെ പട്ടാളത്തെ അടിക്കാനും മുന്നോട്ട് വരുന്നത്. ഇതുകൊണ്ടാണ് അവന് ബോധം വെച്ചു. കാരണം ഈ മദ്രസയെ പഠിക്കുന്നവരാണ്, പഠിച്ചു പോയവരാണ് ആ രാജ്യം നശിപ്പിക്കാനും, ഇസ്ലാമിക രാജ്യമാണ് ആ രാജ്യത്തെ. കാരണം അവർ പറയുന്നത്, ഈ മദ്രസയിൽ പഠിച്ചു പോയവർ പറയുന്നത്, ഈ ഇസ്ലാമിൽ ജനാധിപത്യമില്ല, കാലിഫേറ്റാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നശിപ്പിക്കണം. ഇത് എത്ര കേസുകളാണെന്നറിയോ? കേസുകളല്ല, കേസുകൾ. എന്ത് കേസ്? തീവ്രവാദി എന്ത് കേസ്? അപ്പം ഇത് മുഴുവനും അവിടുത്തെ ഗവൺമെൻറ് മുഴുവനും പഠിച്ച് മനസ്സിലാക്കി അവർക്കെതിരെ പണിയാൻ പോകുന്നത് മുഴുവനും ആ മദ്രസയിൽ പഠിച്ചവരാണ് തീവ്രവാദിയായിട്ട് വരുന്നത്. ഇതിനെന്താണ് സൊല്യൂഷൻ? അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബില്ല് ആദ്യം 2017 കൊണ്ടുവരുന്നു. അത് ഭയങ്കര പ്രതിഷേധം ഉണ്ടാകുന്നു. അവിടെ നാഷണൽ വലിയ ഇഷ്യൂ ഉണ്ടാകുന്നു. ജമാഅത്തി ഉലമ എന്ന് പറഞ്ഞ ഈ സമസ്ത എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഉള്ളവർ, മറ്റു മുസ്ലിം സംഘടനകൾ അവസാനം വീണ്ടും ആ ബില്ല് റീഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ അതിൻ്റെ അകത്ത് ബ്യൂട്ടി എന്ന് പറയുന്നത്, കേരളത്തിലുള്ള ഈ മദ്രസ നടത്തുന്നവർ, കേരളം ഭരിക്കുന്നവരും മനസ്സിലാക്കട്ടെ, ബ്യൂട്ടി എന്ന് പറയുന്ന രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ബില്ലിനകത്ത് അത് പാസ്സാക്കി. അപ്പോൾ അതിനകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി മാറ്റി. കാരണം നിർബന്ധമായിട്ടും അത് സംഭവം മാറ്റിയിട്ട്, അതായത് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കി. അതിൻ്റെ സിലബസ് തീരുമാനിക്കുന്നത് പാകിസ്ഥാൻ എഡ്യൂക്കേഷൻ ബോർഡായിരിക്കും. അല്ലാതെ മദ്രസ അധ്യാപകർ, ഉസ്താദുമാരും ഈ സിലബസ് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു ക്രോസ് കൊടുത്ത ആ ബില്ലിനകത്ത്, അതായത് ഈ പറയുന്ന മദ്രസകളിൽ, അതായത് ഏകദേശം 30,000 മദ്രസകളുണ്ട്. അവിടെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഹിസ്റ്ററിയും സയൻസ് ആൻഡ് ടെക്നോളജിയും ആ രാജ്യത്തെ പറ്റിയും, അതായത് ഗ്ലോബലായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയും ഹിസ്റ്ററി, അതായത് നോർമലായിട്ടുള്ള സിലബസ് പഠിപ്പിക്കുന്ന മദ്രസയ്ക്കും അധ്യാപകർക്കും പാകിസ്ഥാൻ ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കും.
അത് റവല്യൂഷണറി ചേഞ്ച് ആകാം. അത് കേരളത്തിൽ ഈ മദ്രസയെ ഈ അനുകൂലിക്കുന്നവർ നിങ്ങൾ ആലോചിക്കും. കാരണം അതിനകത്ത് പറയുന്ന സംഭവമുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ബോംബ് പൊട്ടിക്കാൻ സ്വയമായിട്ട് ഹൂറികൾ എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കാൻ പാടില്ല. മതനിന്ദ, അതായത് കാഫിർ, മറ്റുള്ള മതങ്ങളെ ഹെയ്റ്റ് ക്യാമ്പയിൻ അത് പഠിപ്പിക്കാൻ പാടില്ല. അതായത് കാഫിർ എന്നുള്ള വാക്ക് പഠിപ്പിക്കാൻ പാടില്ല. അതാണ് സിലബസിൽ പറയുന്നത്. ഈ സിലബസാണ് പാകിസ്ഥാൻ എഡ്യൂക്കേഷൻ ബോർഡ് അംഗീകരിച്ച സിലബസുകൾ മാത്രമേ മദ്രസയിൽ പഠിപ്പിക്കാവൂ. ആലോചിച്ച് നോക്ക്, പാകിസ്ഥാൻ എടുത്ത തീരുമാനമാണ്. ഇതെങ്കിലും കാണുമ്പോൾ മിനി പാകിസ്ഥാനായുള്ള കേരളത്തിൽ നിങ്ങൾക്കെങ്കിലും ഇത് ബോധം വെക്കണം. ആ ഒരു കാരണം നിങ്ങളുടെ ഫേവറേറ്റ് ഫാൻ പാകിസ്ഥാൻ ഫാനുകളല്ലയോ, ആ രാജ്യത്താണ് നടക്കുന്നത്. അവരാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെങ്കിലും ബോധപ്പെടണം എന്ത് ചേഞ്ചസാണ് കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റ്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇവിടെയാണ് ചേഞ്ച് ആവേണ്ടത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞു, മദ്രസയിലെ പഠനം എന്ന് പറയുന്നത് റിഫോംസിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ മതപുസ്തകത്തെ മുസ്ലിമിനെ ഒന്നുമല്ലേ പറയുന്നത്. ലോകം ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ലോകത്തോട്ട് പോവുകയാണ്. അവിടെ നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോവും. അവസാനം ഒരു വഴിയില്ലാതെ നിങ്ങൾ തീവ്രവാദികളാകേണ്ടി വരും. അവിടെയാണ് ഈ പ്രശ്നം. കാരണം നമ്മളെല്ലാം പിന്നീട് വല്ലാത്ത ശത്രുതയിലാകും. അതായത് വെറുതെ ബോംബ് പൊട്ടി മരിക്കാനും അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഹൂറികളെടുത്ത് പോകാനും വേണ്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യം തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ മദ്രസയിലെ സിലബസ് വരെ മാറ്റണം. അതായത് ഗവൺമെൻറ്റാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് പറയുന്നു അവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയും മറ്റുള്ള കാര്യങ്ങളും പഠിപ്പിച്ചാൽ മാത്രമേ ഗ്രാൻഡ് തരികയുള്ളൂ. എന്തുകൊണ്ട് കേരളത്തിൽ വന്നുകൂടെ ഈ സംഭവം? കാരണം കേരളത്തിൽ അവർക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഇതങ്ങ് വെക്കണം. അതായത് മദ്രസ നിങ്ങൾ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചോളൂ. പക്ഷേ ഹെയ്റ്റും കാഫിറും ഈ സ്വർഗത്തിൽ പോകുന്നത് ഹൂറികളെ കാണുന്നതും, അതായത് സ്വയമായിട്ട് ബോംബ് പൊട്ടിപ്പോകാം, ചത്തു കഴിഞ്ഞാൽ ഹൂറിയെ കാണാൻ ഇപ്പോൾ സാധനങ്ങൾ പഠിപ്പിച്ച് നിർത്തുക. അവിടെയാണ് മാറ്റം വരേണ്ടത്. ഇതൊരു റവല്യൂഷണറി സംഭവമാണ് ഉണ്ടായേക്കുന്നത്. കാരണം ഇത് ഇൻ്റർനാഷണൽ പത്രങ്ങളെല്ലാം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതായത് ഈ ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെ പഴിക്കാൻ തുടങ്ങി. എല്ലാ രാജ്യങ്ങളും പറയുന്നത് ഇവിടുന്നാണ് ടെററിസം സ്പോട്ട് ചെയ്യുന്നത്. ലോകം മുഴുവനും ഇവിടെയാണ് ടെറർ ഫാക്ടറി എന്ന് പറയുന്നത്. അത് മുഴുവനും മദ്രസയിൽ നിന്നാണ് വരുന്നത്. ആദ്യം ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചില്ല. പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ബോധമായി. കാരണം പാകിസ്ഥാൻ്റെ എക്സിസ്റ്റൻസ് പോലും തകർക്കുന്ന രീതിയിലാണ് മദ്രസകളിൽ പോകുന്ന അവിടുത്തെ കുട്ടികൾ പിന്നീട് ടെററിസ്റ്റുകളായിട്ട് വന്ന് ആ രാജ്യത്തെ തകർക്കുക. അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, അവൻ പഠിച്ചു പോയ മദ്രസയെ തിരിച്ചു വന്ന് ബോംബ് വെക്കുക. അപ്പോൾ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. ആ പ്രശ്നത്തിനാണ് പാകിസ്ഥാൻ സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ജാനുവരി മുതൽ റോൾ ഔട്ട് ചെയ്യുവാണ്. നിർബന്ധമായിട്ടത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ മദ്രസ റൺ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. കാരണം പട്ടാളം ഉൾപ്പെടെ പറഞ്ഞ് ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പട്ടാളത്തിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെ വന്ന് അവരുടെ ക്യാമ്പിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വന്ന് ബോംബ് വെക്കുക, അവരെ വെടിവെച്ച് കൊല്ലുക. പിന്നെ അവർ തന്നെ ചോദിച്ചു, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത്? ചോദ്യം പ്രസക്തമാണ്. ആ പ്രസക്തമായ ചോദ്യം മിനി പാകിസ്ഥാനായ കേരളത്തിലെ ജനങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മിനി പാകിസ്ഥാനായി മാറിയിട്ട് ഒരു നല്ല രാജ്യമായി, ഒരു നല്ല കേരളമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും.